അവളുടെ ഇദ്ദയും കഴിഞ്ഞു, അതിനുശേഷമാണ് ആ ഭർത്താവ് മരണപ്പെടുന്നതെങ്കിൽ പെണ്ണിന് അനന്തരം എടുക്കാൻ കഴിയില്ല. അപ്പം അത് വേർതിരിച്ച് മനസ്സിലാക്കണം. തൊലാഖു റജ്ഈ ആണെങ്കിൽ പെണ്ണ് ഇദ്ദയിലാണെങ്കിൽ അനന്തരം എടുക്കും, ഇദ്ദയിലല്ലെങ്കിൽ ഇദ്ദ കഴിയുകയാണെങ്കിൽ അനന്തരം എടുക്കൂല. ഇനി തൊലാഖുൻ ബായിനാണെങ്കിൽ അവൾക്ക് എന്തില്ല, അനന്തരമില്ല. അവൾ ഇദ്ദയിലാണെങ്കിലും ഇദ്ദ കഴിഞ്ഞാലും അനന്തരം എടുക്കാൻ കഴിയില്ല. തൊലാഖുൻ ബായി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ തൊലാഖ്, 2 കഴിഞ്ഞ് മൂന്നാമത്തെ തൊലാഖും കഴിഞ്ഞു. അതുപോലെ തന്നെ ഫസ്ഖ്, ഖുൽഉ, ഈ ലിആന്, ഇതിലൂടെയൊക്കെ വിവാഹബന്ധം വേർപ്പെടുത്തിയ ആൾക്കാരാണെങ്കിൽ അതിലെന്തില്ല, അനന്തരം എടുക്കാൻ കഴിയില്ല. അതാണ് നിക്കാഹുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അതിലൂടെ അനന്തരം എടുക്കുന്ന ആൾക്കാർ ഭാര്യ, ഭർത്താവ്, ഈ 2 വിഭാഗം ആൾക്കാർ. രണ്ടാമത്തത് വലാ ബന്ധം.